വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് എവിടെയല്ലേ പോകുന്നില്ല, അത് സസ്പെൻസ് ആണ് കേട്ടോ. പെട്ടുപോയ അവസ്ഥയിലാണ് ഗൈസ്. ഡെസ്റ്റിനേഷനിലൊക്കെ എത്തി, പക്ഷെ ഇവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ല. പിന്നെ എന്നെ ചെയ്തു, തിരിച്ചിങ്ങോട്ട് വന്നു. സമയം കുറേയായി, വിശക്കാനും തുടങ്ങി. തിരിച്ചിങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. ഫുഡ് വന്നേ. അപ്പൊ ഗൈസ് നമ്മളിപ്പം തരങ്കമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് എൻട്രൻസ് ഗേറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് ഫ്രഞ്ചുകാര് പണിതെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ഗൈസ്, now we are entering to തരങ്കമ്പാടി. അപ്പോൾ ഗൈസ് വണ്ടിയൊക്കെ ചിറ്റപ്പൻ്റെ കയ്യിൽ പാർക്കൊക്കെ ചെയ്യാൻ വിട്ടു. പിന്നെ അതാ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാമല്ലോ എന്ന ധാരണയിലാണ് നടക്കാൻ ഇറങ്ങിയത്. പക്ഷെ എന്നാ പറയുക, കുറേ അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. വീണ്ടും ഒരു പെട്ട അവസ്ഥ. ബട്ട് ദാറ്റ് ഓൾസോ വി എൻജോയ്ഡ് എ ലോട്ട്. പിന്നെ ഗൈസ് നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ട ഒരു ചർച്ചായിരുന്നു ഈ ഒരു ചർച്ച. ഇത് 1718 ആ ഒരു സമയം പണിത ചർച്ചാണ്. പിന്നെ അപ്പം ഉണ്ടായിരുന്ന മിഷണറിമാരുടെ കല്ലറയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ന്യൂ ജെറുസലേം ചർച്ച് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. ദെൻ ഇവന്മാരെ കണ്ടു. ഇവന്മാരെ ചിരിച്ചുകൊണ്ട് ക്യാമറ നോക്കി നടന്നു വരാൻ പറഞ്ഞാൽ അവന്മാരാരും അടിക്കാമെന്ന പോലെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വിട്ടുതാ അവിടെ ആ ഒരു കല്ലറയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ക്രിസ്മസ് സമയമായതുകൊണ്ട് ഫുൾ ഓഫ് ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ കണ്ട കല്ലറ സീഗൻബാലിൻ്റെയാണ്. മാറ്റിയെ പറ്റി ഒന്നും പറയണ്ട, അവൾ ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, പുതിയ പുതിയ സ്ഥലം കാണാനൊക്കെ ആയിട്ട് ഓടുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ബൈബിൾ മ്യൂസിയം, പ്രിൻറ്റിംഗ് മ്യൂസിയം ഇതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഡാനിഷ് ഫോർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ അവിടെ നമുക്ക് കയറായിരുന്നു, ബട്ട് ടൈം ഒക്കെ കുറവായതുകൊണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ ബീച്ചിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല തിരമാലകളൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ആരും ഇറങ്ങിയില്ല, ഫോട്ടോസ് മാത്രം എടുത്തിട്ട് പോയി. പിന്നെ ഗൈസ് തരങ്കമ്പാടിയിലേക്ക് 10 hours ഒരു വലിയ യാത്ര ഉണ്ടായിരുന്നു. സോ ഓൾ വേ ടയർഡ്. പിന്നെ ഇത് റവറൻഡ് സീഗൻബാലിൻ്റെ സ്റ്റാച്ചു ആണ്. ഇന്നത്തെ നൈറ്റ് കടലൂറിലായിരുന്നു ഗൈസ് നമ്മുടെ ട്രിപ്പിന്റെ ഡേ 2. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എവിടെയാണെന്ന് അറിയുമോ? ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അപ്പൊ വരും പോകാം. പിന്നെ ഗൈസ് എൻ്റർ ആകുമ്പോഴത്തേക്കിനും തന്നെ അവിടെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ആനിമൽസിൻ്റെ ഒക്കെ പണിയുന്നതാണ് കണ്ടത്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഒരു റിയാലിറ്റി. ആ ഒരു പെയിൻറ്റിങ് എല്ലാം അടിപൊളിയായിരുന്നു. ഈ അങ്കിൾ സ്വയമേ പെയിൻറ്റ് ചെയ്യുന്ന. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ആനയുടെ തലയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ലുക്ക് വെരി നൈസ്. ദെൻ ഈ ആമയൊക്കെ കണ്ടില്ലേ, എന്നാ വലിയതാ. ഈ ആനയൊക്കെ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി പോലെ തോന്നും. ആ ഒരു രീതിക്കായിരുന്നു ഇവിടുത്തെ ഓരോന്നും. റൈനോ. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എൻ്റർ ആവുന്ന വഴിക്ക് നമ്മൾ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് സ്റ്റോൺ ആർട്സ് ആണ് ഇതൊക്കെ. എന്നാ രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് ഇത് ഇത്രയും ഇതായിട്ടൊന്നും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇത്രയും എന്നാ പറയുക ശ്രദ്ധയോടെ കാണുന്നത്. ദെൻ ലുക്ക് ഓൾ ആർ വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ കണ്ടില്ല, എത്ര ഡീറ്റെയിൽഡ് ആണല്ലേ. കഴിവാണ് ഗൈസ്, കഴിവ്. എന്നാ ഡീറ്റെയിൽഡ് ആൻഡ് അതൊക്കെ പണിതേക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ കാണുമ്പോൾ വാവ്. പിന്നെ ഇതേ നമ്മൾ പോയത് ലാമ്പ് ഈ ഒരു ഏരിയയിലേക്കായിരുന്നു. എൻ്റെ അപ്പോൾ എത്ര വെറൈറ്റി ഓഫ് ലാമ്പാന്ന് കണ്ടു. ഓരോന്നും കാണാൻ പല തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. ആൻഡ് കളേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. പിന്നെ ബാഗ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ദെൻ ഇതൊക്കെ സ്വയമേ കൈയൊക്കെ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആണ്. ദെൻ ഇത് കണ്ടോ, കോക്കനട്ട് ആർട്ടാണ്, കോക്കനട്ട് ഷെൽ ആർട്ട്. ഇതൊക്കെ കൊത്തിപ്പണിതേക്കുവാണ്. പിന്നെ ഇത് കാണാൻ കുറച്ച് പേടിക്കുമെങ്കിലും അടിപൊളിയാണ്. ദെൻ നമ്മൾ പോയത് ഈ കോക്കനട്ട് ഷെൽസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ഐറ്റംസിലേക്കായിരുന്നു. ഇതും അടിപൊളി. നമ്മുടെ അമ്മച്ചതാ അവിടെ ഇരിക്കുന്ന ഓരോ ബാഗിൻ്റെ റേറ്റ് ആൻഡ് സിപ്പ് എല്ലാം അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തുടങ്ങി. ദെൻ ഇവിടെ നമ്മൾ കുറേ എന്നാ പറയുക കപ്സ്, ജഗ്, ദെൻ ഇയറിങ്സ് ഒക്കെ എന്നെ ഡീറ്റെയിൽഡ് ആണെന്നറിയാമോ. പിന്നെ ഈ വാൾമയൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു.
ഞാനും ആൻറ്റിയും അമ്മയൊക്കെ ചുമ്മാതെ നോക്കിയല്ല പോയി, എല്ലാത്തിൻ്റെ റേറ്റ് നോക്കിയായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് സാധനത്തിന്. പിന്നെ ഗൈസ് അതിന് അത്രയും റേറ്റൊക്കെ കൊടുക്കണം, കാരണം അവർ ഓരോന്നും സ്വയമേ ഉണ്ടാക്കി എടുക്കുന്നത്. പണിയുന്ന ആ ഒരു എന്നാ പറയുക വർക്ക്ഷോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു ഏരിയയാണ്. ദെൻ ഒരാൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പണിതുകൊണ്ടിരിപ്പുണ്ട്, അതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സംതിങ് ലൈക്ക് ചെക്കോർ. ഇത് മറ്റേ ഈ ചെരുപ്പൊക്കെ എന്താ പറയുക ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ പോയെന്ന് പറയുന്നത്, പിന്നെ ഈ ചെരുപ്പുകൾക്ക് ഒരുപാട് കട്ടിയാണ്. ഈ സോഫ്റ്റ് ഒക്കെ ആയിട്ടല്ലേ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത്, പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരുപാട് കട്ടിയായിരുന്നു, ഒരു കല്ല് പോലെയായിരുന്നു. പിന്നെ പോയത് വീണ്ടും ബാഗ്സിൻ്റെ സെക്ഷൻസിലേക്ക്. ലോട്ടസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇപ്പം എന്താ കുട്ടും നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട് ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. ബട്ട് എന്നെ അവൻ വീണ്ടും ടാറ്റ ബൈ ബൈ ഹായ് ബൈ എന്ന് പറയുന്ന രീതിക്ക് അവൻ പോയി. പിന്നെ അത് ഈ ഒരു സംഭവമില്ല, ഞാൻ കൈയെടുത്ത് വെച്ച് അതൊക്കെ കാണാൻ ഈ കുഞ്ഞ് പാവ പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അത് ബാസ്കറ്റ് ദെൻ പേഴ്സ് അതൊക്കെ അടിപൊളിയാണ്. അവർ തയ്ക്കുകയാണ് അവിടെ തന്നെ. ആൻഡ് ഗൈസ് ഇതെന്ന് പറയുന്ന ഈ ഫയലില്ലേ, ആ ഫയലിലാണ് ഈ സംഭവം. നമുക്ക് വേണമെങ്കിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫയലിൽ ഇട്ട് വയ്ക്കാം. പിന്നെ അതാ വീണ്ടും ബാഗ് 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 ബാഗ്. പിന്നെ ഗൈസ് ഇത് മറ്റേ സ്പ്രേ ഒക്കെ ഇല്ലേ, അങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ആ അമ്മച്ചയാണെങ്കിൽ എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഒറിജിനൽ ഫ്ലവറിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. അമ്മച്ചിക്ക് മനസ്സിലായി ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുവാന്ന്. പിന്നെ അമ്മച്ചി ബോക്സ് ഒക്കെ എടുത്ത് കാണിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഗൈസ് അടുത്ത ആറം വന്നു, അവന് ഹായ് ബൈ പറയുന്ന രീതിക്ക് അവനും പോയി. പിന്നെ ഗൈസ് നമ്മൾ പോയ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെയിൻറ്റിങ്സിൻ്റെ സെക്ഷനായിരുന്നു. എൻ്റെ പൊന്നെ എനിക്ക് ആ ബ്ലൂ കളർ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ കാണിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പാടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുഞ്ഞാറ്റെ വിളിച്ചു, ബട്ട് ആക്സിഡൻ്റലി അവളത് താഴെ ഇട്ടു. പിന്നെ ഞങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ അവിടുത്തെ ജസ്റ്റ് മുങ്ങി. ആൻഡ് അടുത്ത എന്താ പറയുക പെയിൻറ്റിങ്സ് ആണ്. വി ആർ സോ എക്സൈറ്റഡ്. ദാൻ ലുക്ക് ആ ഒരു പെയിൻറ്റിങ് ഒക്കെ ഇല്ലേ, അത് മറ്റേ ഫേസില്ലേ ആ സംഭവമാണ്, ഫേസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു എന്നാ പെയിൻറ്റിങ്. അതിൻ്റെ താഴെ ഇരിക്കുന്ന ഈ മാസ്ക് ഒക്കെ ഇല്ലേ, അത് വെച്ച് ഉണ്ടാക്കിയതുപോലെ. എനിക്ക് നല്ല കഴിവാണ്, എന്തോരം പെയിൻറ്റിങ് എന്നറിയുമോ. ആൻഡ് അവിടെ കാണുന്ന ആ പേപ്പറിൽ ആൻറ്റി അടുത്ത ഡിസൈൻ അവർ മോഡൽ ചെയ്യുമായിരുന്നു. പിന്നെ ഗൈസ് ഇവിടെ ഈ ഒരു ആൻറ്റി ആണെങ്കിൽ ഈ ഒറിജിനൽ പേൾ ആൻഡ് ഒറിജിനൽ മറ്റേ ചിപ്പിയുടെ ഷെൽസ് അതൊക്കെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനവിടെ എന്നാ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് കുറേ സമയം നിന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ആൻറ്റിയോട് ചോദിക്കാനൊന്നും കാണുന്ന ഓരോന്നും ഈ ഡെക്കറേഷൻ ഐറ്റംസ് ആൻഡ് എന്നാ പറയുക കമ്മൽ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ കണ്ടു. റേറ്റ് കുറച്ച് കൂടാണ്, ബട്ട് എല്ലാത്തിൻ്റെ കളക്ഷൻസ് കാണണം, അതൊക്കെ അടിപൊളിയാണ്. ദെൻ ഷെൽസ് പേൾ ഒക്കെ വെച്ചുണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു ഇവിടെ കണ്ട. കോക്കനട്ട് കൊണ്ടുള്ള കമ്മലല്ല, ഷെൽസ് കൊണ്ടുള്ള കമ്മൽ. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ 3 പോലെ കിടക്കുന്നില്ലേ, ആ സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയ കമ്മൽ ഇവിടെ കുറെ ക്രാഫ്റ്റ് ആണ് കണ്ടത്. ക്രാഫ്റ്റ് എന്ന് പറയുന്ന പേപ്പർ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഐറ്റംസ് അല്ല, കോക്കനട്ട് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. പിന്നെ അത് ഈ ഒരു ബേർഡ് കണ്ടില്ലേ, അടിപൊളിയാണ്. ഞാൻ അതൊരു രീതിക്ക് പരത്തി വിടുമ്പോൾ ആങ്കിൾ എനിക്ക് കാണിച്ചു തരുക അത് അങ്ങനെയല്ല വെച്ച് ഇങ്ങനെയാണ്. പിന്നെ അതാ ഞാൻ അങ്ങനെ ചെയ്ത് ആങ്കിളിനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് അടുത്ത ഐറ്റംസൊക്കെ നോക്കാനൊക്കെ ആയിട്ട് പോയി ഗൈസ്. അതൊക്കെ അടിപൊളിയാണ്. ദെൻ കണ്ടില്ലേ, സൂപ്പർ ആൻഡ് സൂപ്പർ.
ഇങ്ങനെ നമുക്ക് പിടിച്ചിട്ട് എനിക്ക് ഈ ഒരു ട്രിപ്പ് എൻ്റെ അമ്മച്ചി ഒരു കൊച്ചു കുഞ്ഞായിട്ടാണ് തോന്നിയത്. കാരണം ഓരോ കാര്യങ്ങൾ എന്നെ അടുത്ത് കാണിക്കാൻ അത്ര എന്നാ പറയുക ഒരു ഈഗർ ആൻഡ് ഫ്യൂരിയോസിറ്റി ഒക്കെ കൊണ്ട് കാണത്തില്ല. ആ ഒരു രീതിക്ക് അമ്മച്ചി ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ എന്നിട്ട് അമ്മച്ചി കുറേ കാര്യങ്ങൾ ഇങ്ങനെ കളിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ തെളിഞ്ഞ മുട്കുഞ്ഞായിട്ട് അവളാണെങ്കിൽ ഒരു ആന പോലത്തെ പെൻസിൽ എവിടെ നിന്നോ കണ്ടുപിടിച്ചിട്ട് അത് വാങ്ങണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ ഫൈനലി അവൾ വാങ്ങിയും ചെയ്തു. ഇതെന്നെ ആ തത്തയൊക്കെ കൊള്ളാമല്ലേ. ആ തത്ത ഇരുന്ന് ആടുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അതിൻ്റെ കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഒരു ആന വലിപ്പത്തിൽ കണ്ണൊക്കെ അതിന് വരച്ച് വെച്ചേക്കുവാണ്. ആൻഡ് കുഞ്ഞാറ്റത് ഞാനൊരു വലിയ പോരാട്ടത്തിൽ ആ പെൻസിൽ സ്വന്തമാക്കി എന്ന് പറഞ്ഞത്. എന്താ പിന്നെ അന്നത്തെ ദിവസം മുഴുവനും പപ്പയുടെ പുറകിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചിറ്റപ്പ എന്നെ കളിയാക്കിയാണ്. ബട്ട് എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. വീണ്ടും കുറെ കാര്യങ്ങൾ ഞാൻ എടുത്ത് പപ്പ എന്നൊക്കെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. ആൻഡ് ഈ കപ്പലൊക്കെ കണ്ടില്ല, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മെജോറിറ്റി ഐറ്റംസ് ഹുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഐ മീൻ തടി. മരം കൊണ്ടുണ്ടാക്കിയ ട്രെയിൻ ഇതൊക്കെ. ഹെലികോപ്റ്റർ കുറേ ഇങ്ങനത്തെ ഒരു പപ്പറ്റിനെ ഞാൻ ആദ്യമായിട്ടാണ്. വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇത് അവിടെ കാണുന്നത് അവരുടെ വർക്ക്ഷോപ്പാണ്. ദെൻ അവിടെ ഫുള്ളും ഈ ഫ്ലൈവുഡ് പീസ്, ദെൻ വുഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ്, പിന്നെ അവർ ഉണ്ടാക്കി ഡാമേജ് ആയ പീസുകൾ, പിന്നെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ്, ഇവിടെ തൂക്കിയാണ് സ്ഥലമില്ലാതെ അവിടെ വെച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ പോയത് ഈ ഒരു എന്നാ പറയുക ഡ്രോയിങ് സെക്ഷനിലേക്കാണ്. എൻ്റെ പൊന്നോ, ഇതെന്നെ ഡീറ്റെയിൽഡ് എന്ന് പറയുക. ഓരോ ഹെയർ പോലും അത്രയ്ക്കും ഡീറ്റെയിൽഡായിട്ട് എന്നാ പറയുക വരച്ച ഓരോ കാര്യങ്ങളും കണ്ടു. പിന്നെ ഇതിൽ ഗ്ലാസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് പോയത് ഈ ഒരു സ്റ്റോൺ ഏരിയയിലേക്കായിരുന്നു. സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റിലേക്ക്. ദെൻ ഇതിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആൻറ്റി എന്നോട് പറഞ്ഞു, ഇതൊക്കെ എൻ്റെയാണ് മോളെ, ഇത് നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ അത് അവിടെ ഇട്ടിട്ട് അടുത്ത ഐറ്റംസ് ഉള്ള പിന്നെ അതാ ഞാനത് വെച്ച് ബാക്കിയുള്ള മിനി ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പലതിൻ്റെ യൂസ് ഒന്നും അറിയത്തില്ല. കുഞ്ഞമ്മി, ദെൻ ബുത്താസ്, കുറേ ബുത്താസിനെ കണ്ടു, ഭരണികൾ, ആമ, ദെൻ ഇങ്ങനത്തെ പാത്രങ്ങൾ, കല്ല്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അവരെങ്ങനെയായിരിക്കുമല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ദെൻ അബൌട്ട് റേറ്റ് എല്ലാത്തിനും പൊരിഞ്ഞ വിലയായിരുന്നു. ഗൈസ്, ഈ മൺകലമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ സംഭവമാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐറ്റംസ് ആണ്. കുറച്ചും കൂടി കഴിയുവാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന കാണുവാണെങ്കിൽ അതും കൂടി ഇത് ആഡ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് കണ്ടില്ല. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്നാന്ന് പറയുമോ, നമുക്ക് വേണമെങ്കിൽ അതിൽ നമ്മൾ സ്വയമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മൺകലവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുപോകാം. കുഞ്ഞാറ്റ, കുട്ടു, ആറോൺ ഇവരെല്ലാം അത് കണ്ടു. ഞാൻ മാത്രം കണ്ടില്ല. അവിടെ എന്നാ കളിമണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഫുൾ മിനി കിച്ചൺ സെറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടാക്കി അവർ വെച്ചേക്കുന്നതൊക്കെ കാണാമായിരുന്നേ.
ഷീറ്റൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കുന്ന കുറേ പാത്രങ്ങൾ അവിടെയൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ പ്ലേറ്റ് മുതലെല്ലാം. പിന്നെ അത് അടുത്ത് ഈ നൂലൊക്കെ കൊണ്ട് ക്ലോത്ത് ഉണ്ടാക്കത്തില്ലേ, ആ സംഭവമൊക്കെ അവിടെ കണ്ടായിരുന്നു. പിന്നെ അതാ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാർപ്പറ്റ് കാര്യങ്ങൾ ഒക്കെ അവിടെ കാണാമായിരുന്നു, ഊഞ്ഞാല് എല്ലാം. ആൻഡ് ഇവിടെ കണ്ട മൊത്തം പാം ലീഫ്, അതായത് ഈ ഓലയൊക്കെ ഇല്ലേ, അതുകൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു ഫുള്ളും. ഇതെല്ലാം ഓല കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ്, എല്ലാം ഇതൊക്കെ ഉണ്ട്, നല്ല കാര്യമില്ല. ഷേപ്പിലുള്ള കുറേ ഐറ്റംസ്, ഇതൊക്കെ കളർ അടിച്ച് പിന്നിലൊക്കെ ഉണ്ടോ, ഓരോന്നിനും ഇവിടെ ഫുൾ ഓഫ് സ്റ്റാച്യൂസ്. പിന്നെ അതാ വീണ്ടും ബാക്ക്. പണ്ട് കാലത്തേക്ക് തൊട്ടാൽ പേഴ്സ്, വലിയ വലിയ ബാഗ് എല്ലാം ഉണ്ട്. ആൻഡ് ഇതൊക്കെ ഇവിടെ തന്നെ തയ്ക്കുകയാണ്. പിന്നെ ഇതോ സ്റ്റഡി ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരാൻ പ്ലാനൊക്കെ ഉള്ളവർക്ക് ഇത് പറ്റിയൊരു സ്ഥലമാണ്. കാരണം അത്രയ്ക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ലൈവും ആയിട്ടൊക്കെ കാണാം. ആൻഡ് ഗൈസ്, അത്ര ഉള്ളായിരുന്നു അതിൻ്റെ അകത്തുള്ള ഐറ്റംസ്. ദെൻ നമ്മളിതാ തിരിച്ചു വരികയാണ്. ദെൻ ഈ തിരിച്ചു വരുന്ന ഓരോ വഴികളിലും ഇത് കണ്ടില്ലേ, പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നേരെ ഒരു ആനിമൽ സ്റ്റാച്യു സൂയിലേക്കാണ് പോയത്. പറ്റിയ ഏരിയ ഫോർ ഫോട്ടോസ്, വീഡിയോസ് എല്ലാത്തിനും പറ്റിയൊരു സ്പോട്ടിലേക്കാണ് പോയത്. ആൻഡ് ഇത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ വെളിയിൽ ഒരു സൈഡുമേ എന്താ പറയുക, അടുത്തൊരു ബിൽഡിംഗ് കാണാം. ആ ബിൽഡിങ്ങിൽ പോയാൽ കാണാം ഈ ഒരു ഐറ്റംസൊക്കെ കാണാം. ആൻഡ് ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ കണ്ടില്ല, അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഗോൾഡൻ ഡിയർ ആയിരുന്നു. ആൻഡ് ആനിമൽസിൻ്റെ മുടിയൊക്കെ ഉണ്ടല്ലോ, അത് അത്രയ്ക്കും വീണ്ടും ഡീറ്റെയിൽ ചെയ്ത് വച്ചേക്കുകയാണ്. പിന്നെ ഇത് വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. എൻ്റെ പുറകെ കാണുന്ന അതൊരു ഷെല്ലായിരുന്നു, കളർഫുൾ. കുഞ്ഞാറ്റി എനിക്ക് അഡ്വൈസ് തരുവാണ്, ചേച്ചി തൊടല്ലേ, തൊട്ടാ ഫൈൻ കൊടുക്കേണ്ട വരുമെന്ന്. പിന്നെ അതാ എൻ്റർ ചെയ്യുകയാണ്. പിന്നെ ഇത് എൻ്റർ ചെയ്തിട്ട് നമുക്ക് കീപ് സൈലൻസ് എന്നും ഒക്കെ കുറേ കാര്യങ്ങൾ, പിന്നെ ഡോണ്ട് ടച്ച് എന്നും ഒക്കെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഒന്നും വേണ്ടിയിട്ടില്ല. ആൻഡ് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഓരോ ഐറ്റംസ് ഫോർ സെയിലായിരുന്നു. പിന്നെ അതാ ഇതൊക്കെ കണ്ടില്ലേ, പല വെറൈറ്റീസ് ഓഫ് സ്നേക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കണ്ടോ, ഫോർ സെയിൽ. വലിയ പാമ്പ് മുതൽ ചെറിയ പാമ്പ് വരെ അവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ എൻ്റെ പരിപാടി ആ പാമ്പിൻ്റെ എന്തോരം അവർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തറയിൽ കിടന്നും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നോക്കിയത്. പെയിന്റിംഗ് ഇല്ലേ, അത് 3D വരുന്നത് കേട്ടോ.
ഗൈസ് ഞാൻ ആ പാമ്പിനെയൊക്കെ കണ്ടപ്പോൾ ഒന്നും പേടിച്ചില്ല, പക്ഷെ ഈ പട്ടിയെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം എൻ്റെ പൊന്നു ഒരു ഒറിജിനൽ പട്ടി വന്ന് കിടക്കുന്ന പോലെയാണ് തോന്നിയേ. ഇതൊക്കെ അവർ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷനും ഒക്കെ ബേസ് ചെയ്താണ് ഇതൊക്കെ ഓരോന്നും ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അവർക്ക് ഗവൺമെൻറ് നൽകിയേക്കുന്ന സർട്ടിഫിക്കറ്റ്, ട്രോഫി, അവാർഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ എന്നാ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ കണ്ടു. അമ്മച്ചിത് ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ വലിയ കാര്യത്തിൽ പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതെന്താ പാണ്ടയൊക്കെ കണ്ടില്ലേ? Really, I love this place. ആൻഡ് ഗൈസ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്നാ പറയുക, ബീച്ചിൽ പോയായിരുന്നു. 2 ബീച്ചിൽ പോയായിരുന്നു. ഒരു ബീച്ചിൽ ഇറങ്ങി, പിന്നെ ഒരു ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല, പോണ്ടിച്ചേരി മെയിൻ ബീച്ച്. ഇവിടെയൊക്കെ പോയാൽ ദെൻ ഗൈസ് ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനിൽ പോയായിരുന്നു, വൈറ്റ് ടൗണിൽ പോയായിരുന്നു. ഇതൊക്കെ ഞാൻ ഏതിലോ ഒരു ഡിവൈസ് എടുത്ത് വെച്ചായിരുന്നു, പക്ഷെ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ല കയ്യിൽ. അപ്പം അതൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇത് നെക്സ്റ്റ് പാർട്ട് പുതുച്ചേരി വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. ദെൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിത് പോയത് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേയിലാണ് ഈ മറ്റേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ്സ് അബൌട്ട് 23 minutes ഒക്കെ ഈ വീഡിയോ ഏകദേശം പോവുമായിരിക്കും. അപ്പോൾ ഗൈസ് ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് അവർ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.